നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ റൂമറുകൾ പ്രചരിക്കുക സ്വാഭാവികമാണ്. പലതും അവിശ്വസനീയമായിട്ടുള്ള വാർത്തകളും റൂമറുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ സൗദി അറേബ്യയെക്കുറിച്ച് ഇങ്ങനെ അവിശ്വസനീയ വാർത്തകൾ വരുമ്പോൾ നമ്മൾ രണ്ടു വട്ടം ഒന്ന് ചിന്തിക്കും. കാരണം എത്ര അവിശ്വസനീയമെന്ന് പറഞ്ഞാലും ചിലതൊക്കെ അവിടെ നമ്മൾ നടന്നു കണ്ടിട്ടുണ്ട്. നെയ്മർ അങ്ങനെയല്ലേ പോയത്, സാദിയോ മാനെ, കരീം ബെൻസീമ. ഈ വാർത്തകളൊക്കെ ആദ്യം വന്നപ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്നുവോ? എന്തിന്? ക്രിസ്ത്യാനോയെക്കുറിച്ച് ആദ്യം വാർത്ത വന്നപ്പോൾ വിശ്വസിച്ചിരുന്നുവോ? എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? എത്ര സൂപ്പർ താരങ്ങൾ അവർ കൊണ്ടുപോയി. അതുകൊണ്ട് വരുന്ന വാർത്തകൾ, സൗദിയെക്കുറിച്ച് വരുന്ന വാർത്തകൾ നമുക്ക് കണ്ണുമടച്ച് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ അവർ യുവതാരങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബെൻഡോയെ കൊണ്ടുപോയില്ലേ? ബ്രസീലിൻ്റെ ഭാവി ഗോൾ കീപ്പർ എന്ന് പ്രതീക്ഷിച്ചിരുന്ന താരം, യൂറോപ്പിലേക്ക് ചേക്കേറുമെന്ന് പ്രതീക്ഷിച്ച താരം പോയത് എവിടേക്കാണ്? അൽ നസറിലേക്ക്. അൽ ഖാദിസിയിലേക്ക് ഇക്കി ഫെർണാണ്ടസ് പോയില്ലേ? അർജൻറ്റീൻ ഫുട്ബോൾ പ്രേമികൾക്കൊരു ഞെട്ടലാണത്. കാരണം താരം അർജൻറ്റീനയുടെ ഭാവിയാണ് എന്ന് കരുതുന്നയാളാണ്. അവരുടെ മധ്യനിരയിൽ അത്രയധികം പ്രാധാന്യത്തോടു കൂടി കഴിഞ്ഞ ഒളിമ്പിക്സിലടക്കം പന്ത് തട്ടിയ ഇക്കി ഫെർണാണ്ടസ്. ആ ഇക്കി ഫെർണാണ്ടസ് പോയത് അൽ ഖാദിസിയയിലേക്ക്. ഇപ്പോഴെഴുതാ പൗളോ ഡിബാല പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പോർച്ചുഗലിൽ നിന്നൊരു യുവ സൂപ്പർ താരത്തെ കൊണ്ടുപോകാൻ സൗദി ക്ലബ്ബുകൾ സൗദി നീക്കം നടത്തുന്നു എന്ന വാർത്ത സൗദിയിലെ സോഴ്സുകളിൽ ഇപ്പോൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, പോർച്ചുഗലിൻ്റെ ഭാവി എന്ന് പലരും കണക്കാക്കുന്ന ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ കാര്യമാണ്. യെസ്, കഴിഞ്ഞ യൂറോ കപ്പിലടക്കം അവർക്ക് വേണ്ടി കളിക്കുകയും ഗോളടിക്കുകയും ഒക്കെ ചെയ്ത യുവതാരം ഫ്രാൻസിസ്കോ കോൺസിസാവോ. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അൽ ഹിലാലാണ് ശ്രമിക്കുന്നത് എന്ന് വാർത്ത വരുന്നു. പോർട്ടോയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. FC പോർട്ടോയുടെ സീനിയർ ടീമിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെ എല്ലാവരും ഇരിക്കുന്നു. പോയ സീസണിൽ അദ്ദേഹം അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം സീനിയർ കരിയറിൽ അവിടെ ലോണിലാണ്, അയാക്സിൽ നിന്ന് ലോണിലാണ് കളിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പോർട്ടോയിലേക്ക് ഈ സീസണിൽ ചേക്കേറിയിട്ടുണ്ട്. ഇനി എന്ത് എന്നുള്ള ചോദ്യം അവിടെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഒരു ലോണിൽ പോർട്ടോയിൽ നിന്ന് പുറത്തു പോകുമോ? എന്താണ് ഈ ഒരു റൂമറിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് ഇനിയും വ്യക്തമാവണം. സീനിയർ കരിയറിൽ പോർച്ചുഗലിൻ്റെ ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം ഓൾറെഡി 6 കളികൾ കളിച്ചു കഴിഞ്ഞു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള പോർച്ചുഗീസ് താരം സെർജിയോ കോൺസിസാവോയുടെ മകനാണ്. ഏതായാലും ഇപ്പോഴേ സൗദിയിലേക്ക് യുവതാരം ചേക്കേറുമോ? കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.